ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു JNJ കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് മാല, അതേപോലെ ബ്രേസ്ലെറ്റ്, കമ്മലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതേപോലെ സ്റ്റോൺ ഫുള്ളി വരുന്നത് ഇയറിങ്ങിൻ്റെ സെറ്റ്, അതേപോലെ തന്നെ ഒരു കുഞ്ഞു ചെയിൻ എടുക്കുന്നുണ്ട് ബ്രേസ്ലെറ്റിനെ ഹാങ് ചെയ്യാൻ വേണ്ടി. പിന്നെ കൊളുത്തും അതേപോലെ തന്നെ 6mm ഇപ്പോൾ കാണിച്ച 8ഉം അതേപോലെ 6mm പിന്നെ 4mm ബീഡ്സുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മൂന്നും ഒരേ കളറാണ്, വയലറ്റ് കളറിൽ വരുന്ന ഷെയ്ഡുകൾ. അപ്പം സെയിം നമ്മുടെ കയ്യിൽ 3 വെറൈറ്റി ഉണ്ട്, നിങ്ങൾക്ക് കാറ്റലോഗിൽ ചെക്ക് ചെയ്ത് നോക്കാം. ക്രീമുണ്ട്, വൈറ്റ് ഉണ്ട്, അതേപോലെ പിങ്ക് ഉണ്ട്, വയലറ്റും ഉണ്ട്. ആദ്യം തന്നെ ഐപ്പിന്നിലേക്ക് ഞാൻ 8mm ബീഡ്സാണ് കോർത്തത് വലുത്. അത് കഴിഞ്ഞ് ഞാൻ ഇതേപോലെ സ്റ്റോണ് ഇട്ടു. അത് കഴിഞ്ഞ് നമ്മുടെ കൊളുത്തും അതേപോലെ ഐപ്പിന്നും കൂടെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ വെച്ച് നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഐപ്പിൻ മാത്രം എടുത്തൊന്ന് റൗണ്ട് ചെയ്തിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്തത്. ജസ്റ്റ് ഇതേപോലെ നമുക്ക് ചെറിയൊരു റൗണ്ട് ആക്കി എടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് കൊളുത്തിടാൻ വേണ്ടി ഞാൻ നമ്മുടെ കമ്മലിൻ്റെ ഹുക്ക് സിൽവറിലും ഉണ്ട്, ഗോൾഡിലും നമുക്ക് കാറ്റലോഗിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ മെറ്റീരിയൽസ് വേണ്ടിയ ഒരു വാട്സാപ്പ് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ടാവും, അതിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. ഞാനിതിൽ ഇതേപോലെയാണ് ഐപ്പിൻ കയറ്റുന്നത്. കമ്മലിൻ്റെ ഹുക്ക് ആ ഭാഗത്ത് അടിഭാഗം ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്തിട്ടാണ് കയറ്റിയിട്ട് ഹാങ്ങിങ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നല്ല ഭംഗിയിൽ കൊളുത്ത് ലൂസായി കിടന്നോളും. അത് കഴിഞ്ഞ് ഞാൻ 6mm പൊട്ടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, മുത്ത് ജസ്റ്റ് കോർക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് 4mm കയറ്റി, അത് കഴിഞ്ഞ് 6mm കയറ്റി, പിന്നെ 8mm ആണ്. അത് കഴിഞ്ഞ് സ്റ്റോൺസ്, അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ക്രിംബീഡ് ഇട്ട് ലോക്ക് ചെയ്യുന്നത് ഇത് ഞാൻ വീഡിയോയിൽ മാല ചെയ്യുന്നതിൽ കാണിക്കുന്നുണ്ട്, അതാണ് ഞാൻ ഇങ്ങനെ സ്പീഡിൽ കാണിച്ച് വിട്ടത്. അത് കഴിഞ്ഞ് ക്രിംബീഡ് ലോക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതേപോലെ 2-3 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ക്രിംബീഡ് ഇട്ട് ലോക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ചെയിന് സിമ്പിളായിട്ട് ഹാങ്ങിങ്സ് കൊടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇതേപോലെ ഞാൻ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി താഴെ ഒന്ന് ഹാങ് ചെയ്യണമെന്ന്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഗോൾഡിൻ്റെ ഹാങ്ങിങ് വേണ്ടി ചെയിൻ എടുത്തത്. ഒരു ഇച്ചിരി ചെയിൻ നമുക്ക് മതി, 1/2 മീറ്റർ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ നമുക്ക് ജംറിങ്ങിൽ ലോക്ക് ചെയ്തിടാം. ജംറിങ്ങിൽ ആദ്യം ജംറിങ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഒരു സൈഡിൽ ജംറിങ് കൊടുത്തു. എന്നിട്ട് നമ്മൾ ആ കൊളുത്ത് ഇതിൽ തൂക്കിയിടുകയാണ് ചെയ്യുന്നത്. ഈ സൈഡിൽ നമ്മൾ ഫിഷിങ് ഇതാണ് യൂസ് ചെയ്തേക്കുന്ന ത്രെഡ്, ഫിഷിങ്ങിൻ്റെ ആണ്. അത് കഴിഞ്ഞ് അതിലും ജംറിങ് നമ്മൾ ലോക്ക് ചെയ്യുന്നത് നമ്മുടെ ക്രിംബീഡ് വെച്ചാണ്. അത് കഴിഞ്ഞ് ഇതേപോലെ ചെറിയ ബീഡാണ്, ഏറ്റവും ചെറുത് ഇട്ടിട്ട് ഇതേപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള 2 സൈഡിലും ഒരു ചെറിയ മുട്ട് പോലെ വരുന്ന ഐപ്പിന്നാണ് എടുത്തത്. അത് ഇതേപോലെ ഞാൻ ഫുള്ളി ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫുള്ളി വട്ടത്തിൽ ഇങ്ങനെ ചുറ്റി പോവുകയാണ്. അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്കൊരു ഫിനിഷിങ് ലുക്കോട് കൂടി നമുക്കിത് ഹാങ്ങിങ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് കാണാമോ നിങ്ങൾക്ക്, ഫുള്ളി റൗണ്ട് ചെയ്ത് നല്ല ഭംഗിയിൽ എൻഡിങ് വന്ന് കിടക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും, നല്ല ഭംഗിയാണ് കാണാൻ. ഇത് വേണേൽ 6mm ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് വലുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ഞാൻ മാല ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതേപോലെ ഫിഷിംഗ് ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്ത് വേഗം പൊട്ടിപ്പോകാതെ. മാലയുടെ നൂലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം ഫിഷിംഗ് ത്രെഡ് ഓപ്പൺ ചെയ്തത് കൊണ്ടാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഇത് നമുക്ക് ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇതേപോലെ ഉള്ളിലൊരു ക്രിംബീഡ് ഇട്ട് വലിക്കുകയാണ് ചെയ്തത്. ഷുഗർ ബീഡുള്ളവർ ഷുഗർ ബീഡ് ഇടുക. അത് കഴിഞ്ഞ് നമുക്ക് ക്രിംബീഡ് വെച്ച് ഇപ്പുറത്തുനിന്ന് ലോക്ക് ചെയ്യണം. ആദ്യം ഒരു സൈഡിൽ നമ്മൾ ഇതേപോലെ ലോക്ക് ചെയ്യും. അത് കഴിഞ്ഞ് ബീഡ്സുകൾ കുറച്ചെണ്ണം നമ്മൾ ആ ഫിഷിംഗ് വയറിൻ്റെ കട്ട് ചെയ്യാതെ നമ്മൾ അതിൽ കൂടെ കയറ്റണം. അത് കഴിഞ്ഞ് നമുക്കതങ്ങ് കട്ട് ചെയ്ത് കളയാം. ഫുള്ളി കയറ്റണമെന്നില്ല, കുറച്ച് ഭാഗത്തേക്ക് കയറ്റി അതാകുമ്പോൾ ലൂസാവുക, ഒന്നും ഇതായി ചേർത്ത് വെച്ച് നമ്മൾ കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. അതേപോലെ മേത്തൂടെ കൊള്ളാതെ. അത് കഴിഞ്ഞ് ഞാൻ സിൽവർ ക്രിംബീഡും ഇട്ടിട്ടുണ്ട്, ഒരു കുഞ്ഞ് ഗോൾഡിൻ്റെ ക്രിംബീഡ് ഇട്ടു. ആദ്യം ഗോൾഡൻ ഞാൻ ലോക്ക് ചെയ്യണം, കാരണം ഒരു സൈഡിൽ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഈ സൈഡിൽ നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീഡ്സ് ഇളകി കളിക്കില്ല. അപ്പോൾ ഇതേപോലെ ക്രിംബീഡ് ഉള്ളിലിട്ട് അല്ലെങ്കിൽ ഷുഗർ ബീഡ് ഇട്ടിട്ട് നമുക്ക് വലിക്കാൻ സുഖമായിരിക്കും. നമുക്കിനി ആ ബീഡ്സെ പിടിച്ച് വലിച്ചാൽ മതി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബീഡ്സ് ഇളകി പോരത്തില്ല, അപ്പോൾ ടൈറ്റായിട്ട് കിട്ടും.
അതിന് ശേഷം ഞെക്കാത്ത ക്രിംബീഡിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയിട്ട് ബീഡ്സുകളുടെ ഉള്ളിൽ കൂടെ കയറ്റി നമുക്കത് ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ, ക്രിംബീഡ് ഉപയോഗിച്ച് നമുക്ക് ലോക്ക് ചെയ്യാൻ സിമ്പിളാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മെറ്റീരിയൽസ് വേണ്ടി വരും നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മളിവിടെ കമ്മൽ റെഡി ആയിട്ടുണ്ട്, അതേപോലെ ഒരു മാല, പിന്നെ ബ്രേസ്ലെറ്റ്, ഇതിൻ്റെ തന്നെ വേണമെങ്കിൽ ഹെയർ ബോയും നമുക്ക് ചെയ്യാം. സിമ്പിളായിട്ട് എല്ലാം നല്ല എലഗൻറ്റ് ലുക്കിൽ എല്ലാം സെയിം കളറിൽ നമുക്ക് ഡ്രസ്സിന്, ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ ഫംഗ്ഷനുകൾക്കൊക്കെ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു.